ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അധ്യായം 18-19. ഹേമന്ത് പന്തിനെ എങ്ങനെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു എന്ന്. ചിന്തകളെ ഫലവത്താക്കൽ. പലതരത്തിലുള്ള ഉപദേശങ്ങൾ. അപലപിക്കുന്നതിനെപ്പറ്റിയും അധ്വാനത്തിനുള്ള പ്രതിഫലത്തെപ്പറ്റിയുമുള്ള പാഠങ്ങൾ. പ്രാരംഭവാക്യങ്ങൾ. സദ്ഗുരു ശിഷ്യന്റെ ഗുണത്തെ നോക്കി മനഃചാഞ്ചല്യം വരുത്താതെ ഉപദേശം കൊടുത്ത് അവരെ പ്രാപ്യസ്ഥാനമായ ആത്മവിജ്ഞാനത്തിലേക്കു നയിക്കുന്നു എന്ന് പരക്കെ അറിയുന്ന വസ്തുതയാണ്. ഇക്കാര്യത്തിൽ സദ്ഗുരു ഉപദേശിക്കുന്നത് പുറമെ മറ്റാരോടും പറഞ്ഞു പോകരുതെന്ന് ചിലർ പറയുന്നു. അവർ വിചാരിക്കുന്നത് പരസ്യമാക്കിയാൽ ഉപദേശം ഫലമില്ലാത്തതാവുമെന്നാണ്. ഈ അഭിപ്രായം ശരിയല്ല. സദ്ഗുരു കാലവർഷത്തിലെ മഴക്കാറു പോലെയാണ്. അദ്ദേഹം കാറുപോലെ ധാരാളം വർഷിക്കുന്നു. അതായത് ഉപദേശം പലർക്കും കൊടുക്കുന്നു. അത് മനസ്സിലാക്കി ആസ്വദിച്ച് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യലാണ് നാം ചെയ്യേണ്ടത്. അതിന് കലവറ പാടില്ല. ഇത് ഉണർന്നിരിക്കുമ്പോഴത്തെ ഉപദേശത്തിനും സ്വപ്നത്തിൽ കാണിച്ചു തരുന്ന ദർശനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഉദാഹരണമായി, ബുദ്ധ കൗശിക ഋഷി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കണ്ട രാമരക്ഷാ സ്തോത്രം പരസ്യമായി പറഞ്ഞുകൊടുത്തു. പുത്രവത്സലയായ അമ്മ ഫലവത്തും പക്ഷേ കയ്പുള്ളതുമായ മരുന്ന് കുട്ടിയെ ബലം പ്രയോഗിച്ച് കുടിപ്പിക്കും പോലെ സായിബാബ ഭക്തന്മാർക്ക് ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു. അദ്ദേഹത്തിന്റെ സമ്പ്രദായം രഹസ്യമോ മൂടപ്പെട്ടതോ അല്ല, തുറന്നതാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച ഭക്തന്മാർക്ക് അതിൻ്റെ നേട്ടങ്ങളും സിദ്ധിച്ചു. സായിബാബയെ പോലെയുള്ള സദ്ഗുരു നമ്മുടെ കണ്ണു തുറന്നു, ബുദ്ധിയുടെ. എന്നിട്ട് ആത്മാവിൻ്റെ ദിവ്യ സൗന്ദര്യത്തെ കാണിച്ചു തരുന്നു. നമ്മുടെ ഭക്തിക്കായി കുരുന്നു മോഹങ്ങളെ സാധിപ്പിച്ചു തരുന്നു. ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയ സുഖേച്ഛ ഇല്ലാതാവുന്നു. ഇരട്ട ഫലങ്ങളായ വിവേകവും വൈരാഗ്യവും നമുക്ക് കരഗതമാവുന്നു. അപ്പോൾ സ്വപ്നത്തിൽ പോലും ജ്ഞാനം പൊട്ടിമുളയ്ക്കുന്നു. ഇതെല്ലാം നമുക്ക് സിദ്ധിക്കുന്നത് യോഗീശ്വരന്മാരായ സദ്ഗുരുക്കളുടെ സമ്പർക്കത്തിൽ നിന്നാണ്. അവരെ ഉപചരിച്ച് പ്രീതി സമ്പാദിക്കുക. ഭക്തജനഹിതം സാധിപ്പിക്കുന്ന ഭഗവാൻ നമ്മുടെ സഹായത്തിനെത്തുന്നു. നമ്മുടെ കഷ്ടതകളും കുഴപ്പങ്ങളും ഇല്ലായ്മ ചെയ്ത് നമ്മെ സന്തുഷ്ടരാക്കുന്നു. ഈ പുരോഗമനം ദൈവമായി കരുതുന്ന സദ്ഗുരുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് സിദ്ധിക്കുന്നത്. അതുകൊണ്ട് നാം എപ്പോഴും സദ്ഗുരുവിൻ്റെ പുറകിൽ പോയി അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ട് കാൽക്കൽ വീണ് ഉപചരിക്കണം. ഇനി പ്രധാന കഥയിലേക്ക് കടക്കാം. മിസ്റ്റർ സദേ ബോംബെ ഗവർണറായി വന്ന റീ പ്രഭുവാൽ അവസാനിപ്പിക്കപ്പെട്ട ക്രോഫോർഡിന്റെ ഭരണകാലത്ത് പ്രശസ്തിയാർജിച്ച മിസ്റ്റർ സദേ എന്നു പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് വ്യാപാരത്തിൽ കഠിനമായ നഷ്ടം പറ്റി. മറ്റു വിപരീത പരിതസ്ഥിതികളും അയാളെ കഷ്ടപ്പെടുത്തുകയാൽ അയാൾ വിഷാദവാനും നിരാശനുമായി തീർന്നു. നാടുവിട്ട് ദൂരെയെങ്ങാനും പോവാൻ അയാൾ തീർച്ചയാക്കി. സ്വതവേ മനുഷ്യൻ ദൈവത്തെ ഓർത്ത് ശാന്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയാളുടെ ദുഷ്കർമ്മഫലം അവസാനിച്ചാൽ അയാളെ ദൈവം ഒരു യോഗീശ്വരന്റെ അടുത്തെത്തിച്ച് രക്ഷിക്കുന്നു. മിസ്റ്റർ സദേയ്ക്കും അതുമാതിരി അനുഭവങ്ങളാണുണ്ടായത്. അയാളുടെ സുഹൃത്തുക്കൾ ഷിർദിയിലേക്ക് പോവാൻ ഉപദേശിച്ചു. അവിടെ പലരും സായി ദർശനം ചെയ്ത് അഭീഷ്ടം സാധിച്ചു വരുന്നതായും അവർ പറഞ്ഞു. അയാൾ അതിൽ തൽപരനായി 1917 സായി ദർശനത്തിനായി ഷിർദിയിൽ വന്നു. ബാബയുടെ ശാശ്വത ബ്രഹ്മവും ആത്മജ്യോതിർമയവും പരിശുദ്ധവുമായ രൂപം കണ്ടതോടെ പരിഭ്രമമെല്ലാം തീർന്ന് മനസ്സ് ശാന്തമായി. മുജ്ജന്മ സുഹൃതം കൊണ്ടാണ് ബാബയുടെ പാദങ്ങളിലെത്താൻ കഴിഞ്ഞതെന്ന് അയാൾക്ക് ബോധ്യമായി. അയാൾ വലിയ മനഃശക്തിയുള്ള ആളായിരുന്നു. അയാൾ ഉടനെ ഗുരു ചരിത്രം പാരായണം തുടങ്ങി. സപ്താഹമായി വായന കഴിഞ്ഞപ്പോൾ ബാബ ഗുരുചരിത്രം കയ്യിൽ വച്ചു അതിൻ്റെ അർത്ഥം മിസ്റ്റർ സതേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മിസ്റ്റർ സതേ മുന്നിലിരുന്ന് ശ്രദ്ധിക്കുന്നു.
ഉണർന്നപ്പോൾ സ്വപ്നം ഓർമ്മ വന്ന് അയാൾ സന്തുഷ്ടനായി. കൂർക്കം വലിച്ച് ഉറങ്ങി സമയം കളയുന്നതിനു പകരം ബാബ ഇങ്ങനെ ഉപദേശം കൊടുത്തതിൽ അയാൾ അതീവ സന്തുഷ്ടനായി. അടുത്ത ദിവസം അയാൾ കാക്കാ സാഹേബ് ദീക്ഷിതിനോട് വിവരം പറയുകയും ബാബയോട് അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന്, വീണ്ടും സപ്താഹമായി ഗുരുചരിത്രം വായിക്കണോ എന്നന്വേഷിക്കാനും ആവശ്യപ്പെട്ടു. കാക്കാ സാഹേബ് ദീക്ഷിത് അവസരം കിട്ടിയപ്പോൾ ബാബയോട് ചോദിച്ചു, ദേവ, മിസ്റ്റർ സദയോട് ഈ ദർശനം കൊണ്ട് എന്താണ് നിർദ്ദേശിക്കുന്നത്? അയാൾ സപ്താഹം തുടർന്ന് വായിക്കണമെന്നാണോ? അയാൾ ഒരു ശുദ്ധനായ ഭക്തനാണ്. ഈ ദർശനത്തിന്റെ അർത്ഥം അയാൾക്ക് വിവരിച്ചു കൊടുത്ത് അയാളെ അനുഗ്രഹിക്കണം. ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു, അയാൾ ആ പുസ്തകം ഒരിക്കൽ കൂടി സപ്താഹമായി വായിക്കണം. അത് ശ്രദ്ധാപൂർവം പഠിച്ചാൽ ഭക്തൻ പരിശുദ്ധനായി ഗുണങ്ങൾ അനുഭവിക്കും. ഭഗവാൻ സന്തുഷ്ടനായി സംസാരബന്ധത്തിൽ നിന്ന് വിമുക്തനാക്കും. അന്നേരം ഹേമത് പാന്ത് അവിടെയുണ്ടായിരുന്നു. അയാൾ ബാബയുടെ കാല് തലോടുകയായിരുന്നു. ഇതു കേട്ടപ്പോൾ അയാൾ ഇപ്രകാരം ആലോചിച്ചു, എന്ത്, മിസ്റ്റർ സദേ ഒരാഴ്ച മാത്രം വായിച്ച് അതിനുള്ള നേട്ടം സമ്പാദിച്ചു. ഞാൻ 40 കൊല്ലമായി വായിച്ചിട്ട് ഒരു ഫലവുമില്ല. അയാളുടെ 7 ദിവസത്തെ ഇവിടുത്തെ താമസം ഫലപ്രദവും എൻ്റെ 7 വർഷത്തെ അഥവാ 1910 മുതൽ 17 വരെയുള്ള താമസം വെറുതെയും ആവുകയാണ്. ചാതകപക്ഷി പോലെ ബാബയാകുന്ന മേഘം വർഷിക്കുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നു, എന്നെ അനുഗ്രഹിച്ച് ഉപദേശിക്കാൻ. ഈ വിചാരം മനസ്സിലുദിച്ചപ്പോഴേക്കും ബാബ അറിഞ്ഞു. ഭക്തന്മാരുടെ അനുഭവം കൊണ്ട് അവരെന്ത് വിചാരിച്ചാലും ബാബ അറിയുമെന്നും അതിൽ നല്ല വിചാരം വളർത്തി ചീത്ത വിചാരം ബാബ നശിപ്പിച്ചു കളയുമെന്നും തെളിഞ്ഞതാണ്. ഹേമത് പാന്തിന്റെ വിചാരമറിഞ്ഞപ്പോൾ ഉടനെ ബാബ അയാളോട് ശ്യാമയുടെ അടുക്കൽ പോയി 15 ക ദക്ഷിണ വാങ്ങിക്കൊണ്ടുവരാനും കുറച്ചുനേരം സംസാരിച്ചിരുന്നു മടങ്ങി വരാനും പറഞ്ഞു. ബാബയ്ക്ക് ദയ തോന്നി ഇങ്ങനെ കൽപ്പിച്ചതാണ്. ബാബയുടെ കൽപ്പന ആർക്ക് ലംഘിക്കാനാവും? ഹേമത് പാന്ത് ഉടനെ മസ്ജിദ് വിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് പോയി. ശ്യാമ അന്നേരം കുളി കഴിഞ്ഞ് ഒരു മുണ്ടു മാത്രം ഉടുത്ത് നിൽക്കുകയായിരുന്നു. അയാൾ പുറത്തു വന്ന് ഹേമത് പാന്തിനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ ഇങ്ങോട്ട് പോന്നത്? മസ്ജിദിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നല്ലോ. എന്താണ് പരിഭ്രാന്തനും നിരാശനുമായി കാണുന്നത്? എന്താണ് ഒറ്റയ്ക്കായത്? കുറച്ചിരിക്കൂ, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ വരാം. അതിനിടയ്ക്ക് ഒരു മുറുക്കിക്കൊള്ളൂ, എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം എന്നു പറഞ്ഞ് അയാൾ ഉള്ളിലേക്ക് പോയി. ഹേമത് പാന്ത് വരാന്തയിലും ഇരുന്നു. ജനലിന്മേൽ അയാൾ നാഥ് ഭഗവത എന്ന പ്രശസ്ത മറാത്തി പുസ്തകം ഇരിക്കുന്നത് കണ്ടു. ഇത് ഭാഗവതം 11-ാം സ്കന്ധത്തിന് ഏകനാഥൻ എഴുതിയ വ്യാഖ്യാനമാണ്. ബാബയുടെ നിർദ്ദേശപ്രകാരം ബാബു സാഹേബ് ജോഗും കാക്കാ സാഹേബ് ദീക്ഷിതും നിത്യവും ഷിർദിയിൽ വെച്ച് ഭവാർത്ഥ ദീപിക അഥവാ ജ്ഞാനേശ്വരി എന്ന മറാത്തി ഭഗവത്ഗീതയും വ്യാഖ്യാനത്തോടു കൂടിയ ഭഗവത്ഗീതയും നാഥ് ഭാഗവതവും അഥവാ ഉദ്ധവ് ഗീത ഏകനാഥിന്റെ ഭാവാർത്ഥ രാമായണവും വായിക്കുമായിരുന്നു. ഭക്തന്മാർ സംശയം ചോദിക്കുമ്പോൾ ബാബ ഏതാനും ഉത്തരം പറഞ്ഞുകൊടുത്ത ശേഷം ബാക്കി ഈ വായന കേട്ട് മനസ്സിലാക്കാൻ നിർദ്ദേശിക്കുമായിരുന്നു. കാരണം അവ ഭഗവത് ധർമ്മത്തെപ്പറ്റി പ്രതിപാദിക്കുന്നവയാണ്. അങ്ങനെ ഭക്തന്മാർ വായന കേട്ടാൽ അവരുടെ സംശയം പൂർണ്ണമായും തീരുമായിരുന്നു. ഹേമത് പാന്ത് നാഥ് ഭാഗവതത്തിൽ നിന്നും നിത്യവും പാരായണം ചെയ്യലുണ്ടായിരുന്നു. അന്ന് നിത്യപാരായണം പൂർത്തിയാവാതെ അയാൾ ഇടയ്ക്കു നിർത്തി ചില ഭക്തന്മാരോടു കൂടെ മസ്ജിദിലേക്ക് പോവുകയാണുണ്ടായത്. ശ്യാമയുടെ ജനലിൽ നിന്ന് പുസ്തകമെടുത്ത് നിവർത്തിയപ്പോൾ അതിശയകരമായ വിധം കണ്ടത് അന്ന് വായിച്ചു പൂർത്തിയാക്കാതെ നിർത്തിയ ഭാഗം തന്നെയാണ്. ബാബ വായന പൂർത്തിയാക്കാത്ത ഭാഗം വായിച്ചു പൂർത്തിയാക്കി. അത് തീർന്നതോടുകൂടി ശ്യാമ പൂജ കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ തമ്മിൽ ഇപ്രകാരം സംഭാഷണത്തിലേർപ്പെട്ടു. ഹേമത് പാന്ത്, ഞാൻ ബാബയുടെ ഒരു നിർദ്ദേശവും കൊണ്ട് വന്നതാണ്. അദ്ദേഹം നിങ്ങളോട് 15 ക ദക്ഷിണ വാങ്ങി വരാൻ പറഞ്ഞു.
ഇവിടെ ഇരുന്ന് കുറച്ചുനേരം വർത്തമാനം പറഞ്ഞു നിങ്ങളെയും കൂട്ടി മസ്ജിദിൽ വരാൻ പറഞ്ഞു. ശ്യാമ അതിശയിച്ച്, എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റെ 15 നമസ്കാരങ്ങൾ ഉറുപ്പികയ്ക്കു പകരം ദക്ഷിണയായി ബാബയ്ക്ക് കൊണ്ടുപോയാലും? ഹേമന്ത് പാന്ത്: ശരി, നിങ്ങളുടെ നമസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി കുറച്ച് വർത്തമാനങ്ങൾ പറയാം. നമ്മുടെ പാപം നശിപ്പിക്കുന്ന ബാബയുടെ ചില ലീലകളും കഥകളും പറയൂ, കേൾക്കട്ടെ. ശ്യാമ: എന്നാൽ കുറച്ചിരിക്കൂ. ഈ ദേവന്റെ ലീലകൾ വിസ്മയാവഹങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഞാൻ ഒരു ഗ്രാമീണനും നിങ്ങൾ വിവരമുള്ള ആളുമാണ്. നിങ്ങൾ വന്നതിൽ പിന്നെ കുറെ കൂടി ലീലകൾ കണ്ടു. പിന്നെ എനിക്ക് എങ്ങനെ അവ നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയും? ആട്ടെ, മുറുക്കുക. ഞാൻ പോയി വസ്ത്രം മാറ്റി ഇപ്പോൾ വരാം. കുറച്ചു നിമിഷത്തിനകം ശ്യാമ വസ്ത്രം മാറ്റി വന്ന് ഹേമന്ത് പാന്തുമായി വർത്തമാനത്തിനിരുന്നു. അയാൾ പറഞ്ഞു, ഈ ദേവന്റെ ലീലകൾ അപാരമാണ്. ലീലകൾക്ക് അവസാനമില്ല. ആർക്കാണ് അറിയുക? അദ്ദേഹം ലീല കൊണ്ട് കളിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം ലീലകൾക്ക് പുറത്താണ്. നടന്മാരായ നമുക്ക് എന്തറിയും? ബാബ തന്നെ എന്താണ് കഥകൾ പറയാത്തത്? വിദ്വാൻമാരായ നിങ്ങളെപ്പോലുള്ളവരെ എൻ്റെ മാതിരി വിഡ്ഢികളുടെ അടുക്കലേക്ക് അദ്ദേഹം എന്തിനയക്കുന്നു? അദ്ദേഹത്തിൻ്റെ മാർഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവയാണ്. അവ അമാനുഷമാണെന്നു മാത്രമേ എനിക്ക് പറയാനാവൂ. ഇത്രയും പറഞ്ഞ് ശ്യാമ വീണ്ടും തുടർന്നു. എനിക്കിപ്പോൾ ഓർമ്മ വന്ന ഒരു കഥ പറയാം. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഭക്തൻ ഉത്സാഹവും സ്ഥൈര്യവും കാണിച്ചാൽ ബാബ പെട്ടെന്ന് അനുഗ്രഹിക്കും. ചിലപ്പോൾ കഠിന പരീക്ഷണം നടത്തി ഉപദേശം കൊടുക്കും. ഹേമന്ത് പാന്തിന് ഉപദേശം എന്ന വാക്കു കേട്ടതോടുകൂടി മനസ്സിൽ കൂടെ ഒരു മിന്നൽ പിണർ അനുഭവപ്പെട്ടു. അയാൾ ഉടനെ മിസ്റ്റർ സതേയുടെ ഗുരുചരിത്രം വായന ഓർമ്മിക്കുകയും തനിക്ക് മനഃശാന്തി തരാൻ ശ്യാമയുടെ വീട്ടിലേക്ക് ബാബ തന്നെ അയച്ചതാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. അയാൾ വികാരം അടക്കി ശ്യാമയുടെ കഥ ശ്രദ്ധിച്ചു. അതെല്ലാം ബാബ ഭക്തന്മാരോട് എത്രമാത്രം കരുണാമയനായിരുന്നു എന്ന് കാണിക്കുന്നവയാണ്. ഇവ കേട്ട് ഹേമന്ത് പാന്ത് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്യാമ താഴെ പറയുന്ന കഥ പറയാൻ തുടങ്ങി. മിസ്സിസ് രാധാബായി ദേശ്മുഖ്. രാധാബായി എന്നു പേരായ ഒരു വൃദ്ധയുണ്ടായിരുന്നു. ബാബയുടെ കീർത്തി കേട്ട് അവർ സംഗം നഗറിലെ ആൾക്കാരോടുകൂടി ഷിർദിയിൽ വന്നു. ബാബയെ ദർശനം ചെയ്ത് അവർ അത്യധികം സംതൃപ്തയായി. ബാബയെ അത്യധികം സ്നേഹിച്ച് ബാബയെ ഗുരുവായി സ്വീകരിച്ച് എന്തെങ്കിലും ഉപദേശമോ മന്ത്രമോ ലഭിക്കുന്നതുവരെ നിരാഹാരമെടുക്കാനും അല്ലെങ്കിൽ മരണം വരെ ഉപവസിക്കാനും അവർ തീർച്ചയാക്കി. അവർ ലോഡ്ജിൽ താമസിച്ച് വെള്ളമോ ഭക്ഷണമോ തൊടാതെ 3 ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഇതു കണ്ട് ഭയന്ന് ബാബയോട് ഈ വൃദ്ധയ്ക്ക് വേണ്ടി ഇടപെട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു: ദേവാ, ഇതെന്താണ് അങ്ങ് തുടങ്ങിവെച്ചത്? അവിടുന്ന് പലരെയും വലിച്ചിഴച്ച് കൊണ്ടുവരുന്നു. അവിടുത്തേക്ക് ആ വൃദ്ധ സ്ത്രീയെ അറിയാമല്ലോ. അവർ ഒരേ പിടിവാശിയിൽ അവിടുത്തെ തന്നെ ആശ്രയിക്കുന്നു. അവിടുന്ന് സ്വീകരിച്ച് ഉപദേശിക്കാത്ത പക്ഷം അവർ പട്ടിണി കിടന്ന് മരിക്കും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങൾ അവിടുത്തെ കുറ്റപ്പെടുത്തി ബാബ ഉപദേശിക്കാത്തതുകൊണ്ട് അവർ മരിച്ചുപോയി എന്ന് പറയും. അതുകൊണ്ട് അവരോട് ദയ കാണിച്ച് അനുഗ്രഹിച്ച് ഉപദേശം കൊടുക്കണേ. അവരുടെ വാശി മനസ്സിലാക്കി ബാബ അവരെ ആളയച്ചു വരുത്തി. ഇപ്രകാരം പറഞ്ഞ് അവരുടെ മനസ്ഥിതി തന്നെ മാറ്റി. ഓ അമ്മേ! ബാബ സ്ത്രീകളെ അമ്മേ എന്നും പുരുഷന്മാരെ കാക്ക, ബാപ്പു, ബാവു എന്നുമാണ് വിളിക്കുക. നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത ക്ലേശങ്ങൾ അനുഭവിച്ച് മരിക്കാൻ പോകുന്നത്? നിങ്ങൾ എൻ്റെ അമ്മയും ഞാൻ നിങ്ങളുടെ കുട്ടിയുമാണ്. എന്നിൽ ദയ തോന്നി പറയുന്നത് കേൾക്കൂ. എൻ്റെ തന്നെ കഥ ഞാൻ പറയട്ടെ. അത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് നല്ലതാണ്. എനിക്ക് ഒരു ഗുരുവുണ്ടായിരുന്നു. അദ്ദേഹം മഹായോഗിയും പരമദയാലുവുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ കാലം പരിചരിച്ചു. എന്നിട്ടും അദ്ദേഹം യാതൊരു മന്ത്രവും എൻ്റെ ചെവിയിൽ പറഞ്ഞു തന്നില്ല. എങ്കിലും അദ്ദേഹത്തെ വിടാതെ കൂടെ കൂടി പരിചരിച്ചു. എന്തു വില കൊടുത്തും ഒരു ഉപദേശം വാങ്ങണമെന്ന അതിയായ ആശ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനു അദ്ദേഹത്തിൻ്റെതായ പന്താവുണ്ടായിരുന്നു.
അദ്ദേഹം ആദ്യം എൻ്റെ തല മുണ്ടനം ചെയ്യിച്ചു. 2 പൈസ ദക്ഷിണ ആവശ്യപ്പെട്ടു. ഞാൻ ഉടനെ കൊടുത്തു. നിങ്ങൾ ചോദിക്കുമായിരിക്കാം, എൻ്റെ ഗുരു തികഞ്ഞവനായിരിക്കെ എന്തിന് പണം ആവശ്യപ്പെട്ടുവെന്ന്. അദ്ദേഹത്തിൻ്റെ 2 പൈസ എന്നത് 1 ഉറച്ച വിശ്വാസവും 2 ക്ഷമയുമായിരുന്നു. ഇത് രണ്ടും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി. ഞാൻ 12 കൊല്ലങ്ങളോളം എൻ്റെ ഗുരുവെ ആശ്രയിച്ചു. അദ്ദേഹം എന്നെ വളർത്തി. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ യാതൊരു ക്ഷാമവുമില്ലായിരുന്നു. അദ്ദേഹം പ്രേമപൂരിതനായിരുന്നു. പോരാ, പ്രേമം മൂർത്തീഭവിച്ചതായിരുന്നു. എനിക്കെങ്ങനെ വിവരിക്കാൻ കഴിയും? അദ്ദേഹം പരിപൂർണ സമാധിയിലാണെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ 2 പേരും പരമാനന്ദം അനുഭവിച്ചു. രാപ്പകൽ വിശപ്പും ദാഹവും അറിയാതെ ഞാൻ അദ്ദേഹത്തെ മിഴിച്ചു നോക്കിയിരിക്കും. അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ശാന്തിയില്ലെന്നായി. എനിക്ക് ധ്യാനിക്കാനോ ശ്രദ്ധിക്കാനോ എൻ്റെ ഗുരുവല്ലാതെ മറ്റൊന്നുമില്ലെന്നായി. എൻ്റെ ഒരേ ഒരു അഭയസ്ഥാനം അദ്ദേഹമായിരുന്നു. എൻ്റെ മനസ്സ് സദാ അദ്ദേഹത്തിന്മേൽ ഉറപ്പിച്ചിരുന്നു. ഇതാണ് 1 പൈ ദക്ഷിണ. ക്ഷമയാണ് മറ്റേ പൈ. ഞാൻ ക്ഷമയോടുകൂടി വളരെ കാലം ഗുരുവെ പരിചരിച്ചു. ഈ ക്ഷമ നിങ്ങളെ സംസാരസാഗരം കടത്തിവിടും. ക്ഷമ പുരുഷനിൽ പുരുഷത്വമാണ്. അത് എല്ലാ പാപങ്ങളും കഷ്ടതകളും തീർക്കുന്നു. ദുരിതങ്ങളെ പല വിധത്തിലും ഇല്ലാതാക്കുന്നു. ഭയത്തെ നശിപ്പിക്കുന്നു. ഒടുവിൽ നിങ്ങൾക്ക് വിജയം തരുന്നു. ക്ഷമ ഗുണങ്ങളുടെ വിളനിലവും സത്ചിന്തകളുടെ സന്തത സഹചാരിയുമാണ്. നിഷ്ഠയും ക്ഷമയും അന്യോന്യം അത്യധികം സ്നേഹിക്കുന്ന ഇരട്ട സഹോദരിമാരെ പോലെയാണ്. എൻ്റെ ഗുരു എന്നിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം എന്നോട് ഒരിക്കലും അനാസ്ഥ കാണിക്കാതെ സദാ രക്ഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തോടു കൂടി താമസിക്കുകയും ചിലപ്പോൾ വേറിട്ട് നിൽക്കുകയും ചെയ്തു. എന്നിട്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് കമ്മി വന്നതായി ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആമ എപ്രകാരം പുഴക്കരയുള്ള കുഞ്ഞുങ്ങളെ ദൃഷ്ടികൾ കൊണ്ട് രക്ഷിക്കുന്നുവോ അതുപോലെ എപ്പോഴും എന്നെ പ്രേമാർദ്ര ദൃഷ്ടി കൊണ്ട് രക്ഷിച്ചു. ഓ അമ്മേ, എൻ്റെ ഗുരു എന്നെ ഒരു മന്ത്രവും പഠിപ്പിച്ചില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ചെവിയിൽ മന്ത്രം ഉപദേശിക്കും? ഗുരുവിൻ്റെ ആമയ്ക്കുള്ളതുപോലത്തെ സ്നേഹാർദ്രമായ ദൃഷ്ടി നമുക്ക് ആനന്ദം തരുന്നു എന്ന് ഓർമ്മിക്കുക. ആരിൽ നിന്നും ഉപദേശമോ മന്ത്രമോ കിട്ടാൻ ശ്രമിക്കരുത്. എന്നെ എല്ലാ ചിന്തകളുടെയും കർമ്മങ്ങളുടെയും ലക്ഷ്യമാക്കിയാൽ നിസ്സംശയം നിങ്ങൾക്ക് പരമാർത്ഥമെന്തെന്ന് അനുഭവപ്പെടും. പരിപൂർണ സംതൃപ്തിയോടെ എന്നെ നോക്കിയാൽ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ടും നോക്കും. ഈ മസ്ജിദിലിരുന്ന് ഞാൻ സത്യമല്ലാതെ യാതൊന്നും പറയില്ല. സാധനകളോ 6 ശാസ്ത്രങ്ങളുടെ ജ്ഞാനമോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഗുരുവിൽ വിശ്വാസവും ഭക്തിയും ഉണ്ടായാൽ മതി. ഗുരു മാത്രമാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന് പരിപൂർണമായി വിശ്വസിക്കുക. ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞ് അദ്ദേഹത്തെ ഹരിഹര ബ്രഹ്മമാണെന്ന് സങ്കല്പിക്കുന്നവർ അനുഗ്രഹീതരാണ്. ഇപ്രകാരം ഉപദേശം സിദ്ധിച്ച ആ വൃദ്ധയ്ക്ക് കാര്യം മനസ്സിലാവുകയും അവർ ബാബയെ നമസ്കരിച്ച് നിരാഹാരം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. ഈ കഥ ശ്രദ്ധാപൂർവം കേട്ട് അതിൻ്റെ സന്ദർഭോചിതത്വവും പ്രാധാന്യവും മനസ്സിലാക്കി ആപാദചൂടം പുളകിതനായി അതീവ സന്തുഷ്ടനായി തൊണ്ടയിടറി ഒന്നും പറയാൻ പറ്റാതെ അയാൾ നിന്നു. ശ്യാമ ഈ സ്ഥിതി കണ്ടു ചോദിച്ചു, നിങ്ങൾക്കെന്തു പറ്റി? എന്താണ് നിശബ്ദനായത്? എത്രയധികം ബാബാലീലകളാണ് പറയാനുള്ളത്? അപ്പോഴേക്കും മസ്ജിദിൽ നിന്ന് മധ്യാഹ്ന ആരതിക്കുള്ള മണിയടിക്കാൻ തുടങ്ങി. അതിനാൽ ശ്യാമയും ഹേമത് പാന്തും മസ്ജിദിലേക്ക് തിരക്കിട്ടുപോയി. ബാബു സാഹേബ് ജോഗ് ആരതി തുടങ്ങിയിരുന്നു. സ്ത്രീകൾ മസ്ജിദിലും പുരുഷന്മാർ മുറ്റത്തുമായി നിന്ന് ആരതി ഗീതം വാദ്യഘോഷത്തോടുകൂടി ഉച്ചത്തിൽ പാടുന്നുണ്ടായിരുന്നു. ശ്യാമ ഹേമത് പാന്തിൻ്റെ കൈ പിടിച്ചു വലിച്ച് മുന്നിലേക്കു കയറി. അയാൾ ബാബയുടെ വലതുഭാഗത്തും ഹേമത് പാന്ത് മുന്നിലും ഇരുന്നു. അവരെ കണ്ട് ബാബ ഹേമത് പാന്തിനോട് ശ്യാമയോട് വാങ്ങിയ ദക്ഷിണ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ ശ്യാമ ഉറുപ്പികയ്ക്കു പകരം നമസ്കാരങ്ങളാണ് തന്നയച്ചതെന്നും ശ്യാമ തന്നെ നേരിട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ബാബ പറഞ്ഞു, ശരി, ഇനി നിങ്ങൾ വർത്തമാനം പറഞ്ഞുവോ? എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? എനിക്കെല്ലാം കേൾക്കണം എന്നു പറഞ്ഞു.
ചെണ്ടയുടെയും മണിയടിയുടെയും പാട്ടിൻ്റെയും ശബ്ദങ്ങൾ വകവയ്ക്കാതെ ഹേമത് പാന്ത് പറയാൻ ഉത്സുകനായി. ഉണ്ടായ വിവരങ്ങൾ പറയാൻ തുടങ്ങി. ബാബ കേൾക്കാൻ തയ്യാറായി മുന്നോട്ടു ചാഞ്ഞിരുന്നു ശ്രദ്ധിച്ചു. എല്ലാ കഥകളും ആനന്ദകരമായിരുന്നെന്നും പ്രത്യേകിച്ചും വൃദ്ധസ്ത്രീയുടെ കഥ അതിശയകരമായിരുന്നെന്നും ബാബയുടെ ലീലകൾ അവർണ്ണനീയമാണെന്നും ആ കഥയിലൂടെ ബാബ തന്നെ അനുഗ്രഹിച്ചെന്നും ഹേമത് പാന്ത് പറഞ്ഞു. ബാബ പറഞ്ഞു, ആ കഥ അതിശയകരമാണ്. എങ്ങനെയാണ് നീ അനുഗ്രഹീതനായത്? എല്ലാം വിശദമായി എനിക്ക് കേൾക്കണം. അതുകൊണ്ട് മുഴുവൻ പറയൂ. അപ്പോൾ ഹേമത് പാന്ത് താൻ കുറച്ചു മുന്നേ കേട്ട കഥ വിശദമായി പറഞ്ഞു. അത് തൻ്റെ മനസ്സിൽ തട്ടിയതായി വിശദീകരിച്ചു. ആ കഥ മനസ്സിൽ തട്ടിയോ? അതിൻ്റെ പ്രാധാന്യം മനസ്സിലായോ? അയാൾ മറുപടി പറഞ്ഞു, ഉവ്വ് ഉവ്വ് ബാബ. എൻ്റെ മനസ്സിൻ്റെ വിഭ്രമം തീർന്ന് ശാന്തമാവുകയും ശരിയായ മാർഗം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ബാബ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പ്രവർത്തന രീതി പ്രത്യേക തരമാണ്. കഥ നല്ല പോലെ ഓർമ്മിക്കുക. അത് വളരെ പ്രയോജനകരമാണ്. ആത്മജ്ഞാനത്തിന് ധ്യാനം അത്യാവശ്യമാണ്. അത് മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ അഥവാ ചിന്തകൾ അടങ്ങും. നിസ്സംഗനായി സമസ്ത ചരാചരങ്ങളിലുള്ള ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കിയാൽ പ്രാപ്തസ്ഥാനത്തെത്തി. എൻ്റെ അരൂപഭാവത്തെ ധ്യാനിക്കുക. അത് ജ്ഞാനം, ബോധം, ആനന്ദം ഇവയുടെ മൂർത്തീകരണമാണ്. അത് കഴിയില്ലെങ്കിൽ എന്നെ നിത്യവും രാവും രാപ്പകൽ കാണുന്ന തരത്തിൽ അടിമുതൽ മുടി വരെ ധ്യാനിക്കണം. ഇങ്ങനെ മുടങ്ങാതെ ചെയ്താൽ വൃത്തികൾ ഏകാഗ്രമായി ധ്യാതാവ്, ധ്യാനം, ധ്യേയം ഇവ തമ്മിലുള്ള വ്യത്യാസം നശിച്ച് ധ്യാതാവ് ബോധവാനായി ബ്രഹ്മത്തിൽ ലയിക്കുന്നു. തള്ള ആമ പുഴയുടെ ഒരു കരയിലും കുഞ്ഞുങ്ങൾ മറുകരയിലുമാണ്. അത് അവർക്ക് പാലോ ഭക്ഷണമോ കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങൾ തള്ളയെ ധ്യാനിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ആമയുടെ ദൃഷ്ടി കുഞ്ഞുങ്ങൾക്ക് അമൃതവൃഷ്ടി പോലെയാണ്. അത് അവയുടെ വളർച്ചയ്ക്കും സന്തുഷ്ടിക്കും ഉള്ള മാർഗവുമാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധവും തത്തുല്യമാണ്. ബാബ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരതി അവസാനിച്ച് എല്ലാവരും ഉറക്കെ ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു ശ്രീ സായി മഹാരാജ് കി ജയ് എന്ന് വിളിച്ചു. പ്രിയ വായനക്കാരെ, ഈ സമയം മസ്ജിദിലെ ജനക്കൂട്ടത്തിൽ നിൽക്കുന്നതായി ധ്യാനിച്ച് നമുക്കും ഈ ജയജയാരവത്തിൽ പങ്കുകൊള്ളുക. ആരതി അവസാനിച്ച് പ്രസാദ വിതരണം നടന്നു. ബാബു സാഹേബ് ജോഗ് മുന്നോട്ട് വന്ന് ബാബയെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിടി കൽക്കണ്ടം വെച്ചു കൊടുത്തു. ബാബ അത് മുഴുവൻ ഹേമത് പാന്തിൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു, ഈ കഥ ഹൃദയത്തിൽ വച്ച് ഓർമ്മിച്ചാൽ അത് ഈ കൽക്കണ്ടം പോലെ മധുരമായിരിക്കും. എല്ലാ ആഗ്രഹങ്ങളും നിറവേറി നീ സന്തുഷ്ടനാവും. ഹേമത് പാന്ത് ബാബയെ നമസ്കരിച്ചു പറഞ്ഞു, എന്നെ ഇങ്ങനെ തുണച്ച് എല്ലായ്പ്പോഴും രക്ഷിച്ചു നയിച്ചാലും. ബാബ പറഞ്ഞു, ഈ കഥ കേട്ട് അതിനെപ്പറ്റി ധ്യാനിച്ച് അതിൻ്റെ തത്വം ഉൾക്കൊള്ളുക. അപ്പോൾ നീ സദാസമയവും ദൈവത്തെ ധ്യാനിക്കുകയും ദൈവം നിനക്ക് പ്രത്യക്ഷമാവുകയും ചെയ്യും. പ്രിയ വായനക്കാരെ, ഹേമത് പാന്തിന് അപ്പോൾ കൽക്കണ്ടം പ്രസാദമായി കിട്ടി. നമുക്ക് ഈ കഥയാകുന്ന കൽക്കണ്ടവും അമൃതവും ഇതാ കിട്ടുന്നു. അത് തൃപ്തി വരുവോളം പാനം ചെയ്യുക. അതിനെപ്പറ്റി മനനം ചെയ്ത് അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുക. അങ്ങനെ ബാബയുടെ അനുഗ്രഹത്താൽ ശക്തിയും സന്തോഷവും ആർജിക്കുക. നിങ്ങൾക്ക് നല്ലതു വരട്ടെ. 19-ാം അധ്യായത്തിൻ്റെ അവസാനം ഹേമത് പാന്ത് പ്രതിപാദിച്ച മറ്റു ചില കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. നമ്മുടെ പെരുമാറ്റത്തെപ്പറ്റി ബാബയുടെ ഉപദേശം. ബാബയുടെ താഴെ കാണുന്ന വാക്യങ്ങൾ പൊതുവെ ബാധകവും അമൂല്യങ്ങളുമാണ്. അവ മനസ്സിൽ ധരിച്ച് അനുസരിച്ച് പ്രവർത്തിച്ചാൽ സദാ ഗുണകരമായിരിക്കും. എന്തെങ്കിലും ബന്ധമോ സംസർഗമോ ഇല്ലാതെ ആരും ഒരിടത്തും പോവില്ല. ഏതെങ്കിലും മനുഷ്യനോ ജീവിയോ അടുത്തു വന്നാൽ അപമര്യാദയായി ഒരിക്കലും ആട്ടിയോടിക്കരുത്. അവയെ നല്ല നിലയിൽ സ്വീകരിച്ച് ബഹുമാനത്തോടു കൂടി പെരുമാറുക. നിങ്ങൾ ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് ഭക്ഷണവും നഗ്നന് വസ്ത്രവും അപരിചിതന് വിശ്രമിക്കാൻ നിങ്ങളുടെ കോലായും കൊടുത്താൽ ശ്രീഹരി തീർച്ചയായും പ്രസാദിക്കും. ആരെങ്കിലും പണം ചോദിച്ചാൽ
നിങ്ങൾ കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ കൊടുക്കേണ്ട. പക്ഷേ അയാൾക്കു നേരെ നായയെപ്പോലെ കുരയ്ക്കാതിരിക്കുവിൻ. ആരെങ്കിലും നിങ്ങൾക്കെതിരായി 100 കൂട്ടം പറഞ്ഞാലും ചീത്തയായ ഒരു മറുപടിയും പറയാതിരിക്കുവിൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ തീർച്ചയായും സന്തുഷ്ടനാവും. ലോകം തല കീഴായി മറിഞ്ഞോട്ടെ, നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നു കൊള്ളുവിൻ. നിങ്ങളുടെ സ്ഥാനത്തിരുന്നോ നിന്നോ ശാന്തനായി നിങ്ങളുടെ മുന്നിലൂടെ പോകുന്ന കാഴ്ച നോക്കിക്കാണുവിൻ. നിങ്ങളെ എന്നിൽ നിന്ന് വേർതിരിക്കുന്ന മതിൽ പൊളിക്കുവിൻ. എന്നാൽ നമ്മുടെ കൂടിക്കാഴ്ചയ്ക്കുള്ള വീതി തുറന്ന് വ്യക്തമായി കാണാം. നീ ഞാൻ എന്ന വ്യത്യസ്ത മനോഭാവമാണ് ശിഷ്യനെ ഗുരുവിൽ നിന്നകറ്റുന്നത്. അത് നശിപ്പിച്ചാലല്ലാതെ ഗുരുശിഷ്യഭാവങ്ങളുടെ ഐക്യം സാധ്യമാവുന്നില്ല. അള്ളാ മാലിക് മറ്റാരും നമുക്കുടമയല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതി അസാധാരണവും അതുല്യവും അനിർവചനീയവുമാണ്. അദ്ദേഹത്തിൻ്റെ ഇച്ഛ പോലെ നടക്കും. അദ്ദേഹം ആഗ്രഹപൂർത്തി വരുത്തി നമ്മെ നേർവഴി കാണിക്കും. ഋണാനുഭവം അഥവാ മുൻബന്ധം കൊണ്ടാണ് നാം ഒന്നിച്ചു ചേർന്നത്. നമുക്ക് അന്യോന്യം സേവനം ചെയ്ത് സന്തുഷ്ടരാവുക. ജീവിതത്തിൻ്റെ പരമലക്ഷ്യം തേടുന്നവൻ സന്തുഷ്ടനും അമരനുമാണ്. മറ്റുള്ളവർ ജീവിക്കുന്നു, അതായത് ശ്വാസം കഴിയുന്നതുവരെ വെറുതെ ജീവിക്കുന്നു. നല്ല ചിന്തകളുടെ ഫലപ്രാപ്തിക്ക് പ്രോത്സാഹിപ്പിക്കൽ. സായിബാബ എങ്ങനെ നല്ല ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചു എന്നത് രസകരമാണ്. നിങ്ങളുടെ സമസ്തവും ഭക്തിപ്രേമങ്ങളോടുകൂടി അദ്ദേഹത്തിൽ സമർപ്പിച്ചാൽ പല കാര്യങ്ങളിലും അദ്ദേഹം ഏതു പ്രകാരമാണ് സഹായിക്കുന്നതെന്ന് അനുഭവപ്പെടും. ചില ഋഷിമാർ പറയുന്നു, നിങ്ങൾ കാലത്തുണരുമ്പോൾ ഒരു നല്ല ചിന്ത മനസ്സിലുദിച്ചാൽ അത് പകൽ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നാൽ ബുദ്ധി വികസിച്ച് ശാന്തത ലഭ്യമാകും എന്ന്. ഹേമത് പാന്തിന് ഇത് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു. ഒരു ബുധനാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വിചാരിച്ചു: നാളെ വ്യാഴാഴ്ചയാണ്, പുണ്യദിവസം, സ്ഥലമോ പുണ്യസ്ഥലമായ ഷിർദിയും. അതുകൊണ്ട് നാളത്തെ ദിവസം മുഴുവൻ ഞാൻ രാമനാമം ജപിച്ചും സ്മരിച്ചും കഴിയുമാറാവട്ടെ എന്ന്. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ ഉണർന്നതോടുകൂടി രാമനാമം ഓർമ്മ വന്ന് അയാൾ സന്തുഷ്ടനായി. രാവിലത്തെ ദിനചര്യകൾ കഴിഞ്ഞു പുഷ്പങ്ങൾ വാങ്ങി ബാബയെ കാണാൻ പോയി. സദേവാഡ കഴിഞ്ഞു ബ്രൂട്ടിവാഡ അഥവാ സമാധി മന്ദിരം കടക്കുമ്പോൾ ഔറംഗബാദ്കർ ബാബയെ മസ്ജിദിൽ വെച്ച് സ്തുതിക്കുന്ന മനോഹരമായ ഒരു ഗാനം അയാൾ കേട്ടു. ഗാനം ഏകനാഥിന്റെ ഗുരു കൃപാൻ ചയൻ പായോ മേരെ ഭായ് എന്നു തുടങ്ങുന്നതായിരുന്നു. അതിൽ പറയുന്നത് ഗുരു കടാക്ഷരൂപേണ അദ്ദേഹത്തിനു സമാധി ലഭിച്ച് അന്തർദൃഷ്ടി തുറന്ന് ഉള്ളിലും പുറത്തും രാമനെ കാണാൻ കഴിഞ്ഞു എന്നതാണ്. പല പാട്ടുകളും ഉള്ളതിൽ ഈ പാട്ടു തന്നെ ബാബ ഭക്തനായ ഔറംഗബാദ്കർ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഇത് ഹേമത് പാന്തിന്റെ രാമനാമം ജപിക്കാനുള്ള തീരുമാനത്തെ വളർത്തിയെടുക്കാൻ ബാബയാൽ ഏർപ്പാട് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക സമാന്തര സംഭവം തന്നെയല്ലേ? എല്ലാ ഋഷിമാരും അതിൻ്റെ പ്രാധാന്യത്തെ പുകഴ്ത്തുന്നവരുമാണ്. അത് ഭക്തന്മാരുടെ ഇംഗിതം പ്രദാനം ചെയ്ത് സർവകഷ്ടപ്പാടുകളും തരണം ചെയ്യിക്കുന്നു. ഉപദേശങ്ങളുടെ വ്യത്യസ്ത രൂപം അപലപിച്ചവനെ കുറ്റപ്പെടുത്തി. സായിബാബയ്ക്ക് ഉപദേശം കൊടുക്കാൻ പ്രത്യേക സ്ഥലമോ സമയമോ ആവശ്യമില്ലായിരുന്നു. എപ്പോൾ അവസരം വന്നുവോ അപ്പോൾ അദ്ദേഹം നിർലോഭം കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ബാബയുടെ ഒരു ഭക്തൻ മറ്റൊരാളുമായി അയാൾ കേൾക്കാതെ ദൂഷണം പറഞ്ഞു. അയാളുടെ ഗുണഗണങ്ങളെ പറയാതെ കുറ്റങ്ങളും കുറവുകളും പുച്ഛരൂപേണ പറഞ്ഞ് കേൾക്കുന്നവർക്കു കൂടി മടുപ്പ് തോന്നി. സ്വതവേ മനുഷ്യർക്ക് മറ്റുള്ളവരുടെ അപവാദം പറയുന്ന സ്വഭാവമുണ്ടല്ലോ. ഇത് തെറ്റിദ്ധാരണകൾക്കും വിരോധത്തിനും കാരണമാവുന്നു. ഋഷിമാർ അപവാദത്തെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അവർ പറയുന്നത് അഴുക്കു കളയാൻ പല മാർഗങ്ങളുമുണ്ട്, വെള്ളം, സോപ്പ് ഇവ കൊണ്ടും മറ്റും. എന്നാൽ പരദൂഷണക്കാരൻ ഒരു പ്രത്യേക തരം അഴുക്ക് അഥവാ കുറ്റം അയാളുടെ വാക്കുകൊണ്ട് വൃത്തിയാക്കുന്നു. അങ്ങനെ അയാൾ കുറ്റം പറയുന്ന ആൾക്ക് ഒരു തരത്തിൽ സേവനം നടത്തുന്നു. അതിന് കുറ്റം പറയുന്നവനോട് കുറ്റം പറയപ്പെട്ടവൻ നന്ദി പറയേണ്ടതുമാണ്. സായിബാബയ്ക്ക് പരദൂഷണക്കാരൻ്റെ തെറ്റു തിരുത്താൻ ഒരു പ്രത്യേക മാർഗമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സർവാന്തര്യാമിത്വം കൊണ്ട് പരദൂഷണക്കാരൻ ചെയ്തതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അയാളെ ഉച്ച സമയത്ത് ബാബ ലണ്ടി തോട്ടത്തിലേക്ക് പോകും വഴിക്ക് വെച്ച് കണ്ടപ്പോൾ അമേദ്യം തിന്നുന്ന ഒരു പന്നിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാബ ഇപ്രകാരം പറഞ്ഞു: നോക്ക്, എങ്ങനെ, എന്തൊരാസ്വാദനത്തോടു കൂടിയാണ് അത് അമേദ്യം സേവിക്കുന്നത്.
നിന്റെ സ്വഭാവം ഇതുപോലെയാണ്. നീ നിന്റെ സഹോദരങ്ങളെ മനസ്സിൽ തൃപ്തി വരുവോളം അപലപിക്കുന്നു. എത്രയോ പുണ്യം ചെയ്തതിൻ്റെ ഫലമായാണ് നീ മനുഷ്യനായി പിറന്നത്. എന്നിട്ട് നീ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഷിർദി നിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പോകുന്നുണ്ടോ? ഭക്തൻ ഈ പാഠം മനസ്സിലാക്കിയാണ് അവിടുന്ന് പോയതെന്ന് പറയാനില്ലല്ലോ. ഇത്തരത്തിൽ ബാബ അവസരം കിട്ടുമ്പോഴെല്ലാം ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ വക കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ആധ്യാത്മിക ലക്ഷ്യം വളരെ ദൂരെയൊന്നുമല്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, എൻ്റെ ഹരിയുണ്ടെങ്കിൽ എനിക്ക് കട്ടിലിൽ വെച്ച് ഭക്ഷണം തരും എന്ന്. ഇത് ഭക്ഷണ വസ്ത്രാദികളെപ്പറ്റി ശരിയാവാം. പക്ഷേ ഇത് വിശ്വസിച്ച് ഒരാൾ ഒന്നും ചെയ്യാതെ ചുമ്മാതിരുന്നാൽ ആധ്യാത്മിക കാര്യങ്ങളിൽ അവൻ നശിച്ചു പോവുക തന്നെ ചെയ്യും. ആധ്യാത്മിക ജ്ഞാനത്തിന് ഒരുവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക തന്നെ വേണം. എത്രമാത്രം അധ്വാനിക്കുന്നുവോ അത്രത്തോളം അയാൾക്ക് മെച്ചമാണ്. ബാബ അദ്ദേഹം സർവാന്തര്യാമിയും ഭൂമി, വായു, രാജ്യം, ലോകം, വെളിച്ചം, സ്വർഗം എന്നതിനെല്ലാം വ്യാപ്തനാണെന്നും അദ്ദേഹത്തിന് പരിധിയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ബാബ ഒരു ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഈ രൂപത്തിൽ അവതരിച്ചതാണ്. ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി അദ്ദേഹത്തിൻ്റെ രൂപത്തെ മനസ്സിൽ കരുതി രാപ്പകൽ ധ്യാനിച്ചാൽ അദ്ദേഹവുമായി യാതൊരു വ്യത്യാസവുമില്ലാതെ താതാത്മ്യം പ്രാപിച്ചുകൊള്ളും. ആ താതാത്മ്യം മാധുര്യവും പഞ്ചസാരയും പോലെയും കോളും കടലും പോലെയും കണ്ണും പ്രകാശവും പോലെയും പരിപൂർണ യോജിപ്പുള്ളതാണ്. ജനന മരണാദികളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ മനഃശാന്തി കൈവരുത്തി പരിശുദ്ധ ജീവിതം നയിക്കണം. മറ്റൊരാളെ വ്രണപ്പെടുത്തുന്ന യാതൊന്നും പറയരുത്. സൽകൃതങ്ങളിൽ വ്യാപൃതനായി എല്ലാം ഭഗവാനിൽ സമർപ്പിക്കണം. എന്നാൽ അയാൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഏതൊരുത്തൻ സായിബാബയെ പരിപൂർണമായി വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ ലീലകളെ കേൾക്കുകയും പുകഴ്ത്തുകയും ചെയ്ത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്നുവോ അയാൾക്ക് ആത്മീയ വിജ്ഞാനവും അനുഭവവും കൈവരുമെന്നതിനു പക്ഷാന്തരമില്ല. ബാബ പലരോടും അദ്ദേഹത്തെ സ്മരിച്ച് അദ്ദേഹത്തിൽ സകലതും അർപ്പിക്കാൻ പറയാറുണ്ട്. ആർക്കെങ്കിലും ഞാൻ ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹം ശ്രവണവും മനനവും ഉപദേശിച്ചു. ചിലരോട് പാദസേവയും, ചിലരോട് നാമജപവും, ചിലരോട് ലീലാശ്രവണവും, ചിലരോട് ഖണ്ഡോബാ ക്ഷേത്രത്തിൽ ഭജനമിരിക്കലും, ചിലരോട് വിഷ്ണു സഹസ്രനാമ ജപവും, ചിലരോട് ചാന്തോക്യ ഉപനിഷത്തും ഗീതയും പഠിക്കാനും, അങ്ങനെ പലർക്ക് പലവിധം അവരവർക്ക് യോജ്യമായ തരത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് പരിധിയോ നിയന്ത്രണമോ ഉണ്ടായിരുന്നില്ല. ചിലർക്ക് അദ്ദേഹം നേരിട്ട് ഉപദേശം കൊടുത്തു, മറ്റു ചിലർക്ക് സ്വപ്നദർശനങ്ങളാൽ ഉപദേശം കൊടുത്തു. ഒരു മദ്യാസക്തന് സ്വപ്നത്തിൽ അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് ഞെരുക്കുന്നതായും മദ്യം തൊടില്ലെന്ന വാഗ്ദാനത്തിനു ശേഷം മാത്രം സ്വാതന്ത്ര്യം കൊടുത്തതായും അനുഭവം കൊടുത്തു. ചിലർക്ക് ഗുരുബ്രഹ്മം മുതലായ മന്ത്രങ്ങൾ ഉപദേശിച്ചു. ഹഠയോഗം പരീക്ഷിച്ചിരുന്ന ഒരു ഭക്തനോട് ഹഠയോഗം ഉപേക്ഷിച്ച് ശാന്തനായി ക്ഷമിച്ചിരിക്കാൻ പറഞ്ഞുപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ മാർഗങ്ങളും സമ്പ്രദായങ്ങളും വിവരിക്കാൻ അസാധ്യമാണ്. സാധാരണ ലൗകിക കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മാർഗനിർദ്ദേശങ്ങളായിരുന്നു. ഒരു ഉദാഹരണം പറയാം. പ്രവൃത്തിക്കുള്ള പ്രതിഫലം. ഒരു ഉച്ച സമയത്ത് ഒരു ദിവസം ബാബ രാധാകൃഷ്ണമായിയുടെ വീട്ടിൽ മുന്നിൽ വന്നു. എനിക്ക് ഒരു കോണി കൊണ്ടുവന്നു തരൂ എന്ന് പറഞ്ഞു. ചിലർ കോണി കൊണ്ടുവന്ന് ബാബ കാണിച്ചു കൊടുത്ത ഒരു വീട്ടിന്മേൽ ചാരി വെച്ചു. ബാബ വാമൻഗോഡ്കറുടെ പുരപ്പുറത്തു കയറി രാധാകൃഷ്ണമായിയുടെ പുരപ്പുറത്തുകൂടെ നടന്ന് മറുവശത്തുള്ള മൂലയിലൂടെ താഴേക്കിറങ്ങി. എന്താണ് ബാബയുടെ ഉദ്ദേശ്യമെന്ന് ആർക്കും അറിയില്ല. അന്നേരം രാധാകൃഷ്ണമായി മലമ്പനി പിടിച്ചു വിറച്ചു കിടക്കുകയായിരുന്നു. ആ പനിയെ ഒഴിപ്പിക്കാനായിരിക്കാം അദ്ദേഹം അങ്ങനെ പോയത്. ഇറങ്ങിയ ഉടനെ കോണി കൊണ്ടുവന്നവർക്ക് ബാബ 2 ഉറുപ്പിക കൊടുത്തു. ആരോ ധൈര്യം അവലംബിച്ച് ബാബയോട് എന്താണ് ഇത്രയധികം കൊടുത്തതെന്ന് ചോദിച്ചു. ബാബയുടെ മറുപടി, ഒറ്റൊരുത്തനും മറ്റൊരുത്തൻ്റെ അധ്വാനം വെറുതെ സ്വീകരിക്കരുത്. പ്രവൃത്തി എടുക്കുന്നവന് ഉടനെ കൈയഴിച്ച് പ്രതിഫലം കൊടുക്കണം എന്നായിരുന്നു. ബാബയുടെ നിർദ്ദേശം അംഗീകരിച്ചാൽ, അതായത് തൊഴിലാളിക്ക് സുഭിക്ഷമായി തൃപ്തികരമായി കാലതാമസം വരുത്താതെ കൂലി കൊടുത്താൽ, തൊഴിലാളി നല്ല പോലെ പണിയെടുത്ത് തൊഴിലാളിക്കും ഉടമയ്ക്കും ലാഭകരമാവുന്നതും പൂട്ടിയിടലും പണിമുടക്കും ഒഴിവാക്കാവുന്നതും മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വൈരാഗ്യം സംഭവിക്കാതിരിക്കുന്നതുമാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.